ഇഡി ആക്രമണക്കേസിലെ പ്രതികളുടെ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ ഇഡി അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് ഇഡി അഡീഷണൽ ഡയറക്ടർ അഭ്യുദയ് എ ആനന്ദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയക്കും. ഉന്നത സ്വാധീനം കാണിച്ച സാക്ഷികളെ ഭീഷണിപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ശ്രമമെന്നും ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർ നിയമ നടപടികളിൽ നിയമോപദേശം തേടും. ഇതിനൊപ്പം മാസപ്പടി കേസിലെ അന്വേഷണവും കടുപ്പിച്ചിരിക്കുകയാണ് ഇഡി. എന്തായാലും ഈ വാർത്തകൾ വിവരങ്ങൾ നൽകാൻ ആരാണുള്ളത്? മിഥുൻ അയ്യപ്പനുണ്ടല്ലേ? മിഥുനെ, അങ്ങനെ ഒരു ഊഞ്ഞാലാട്ടം, അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് CPM-ന്. എന്തായാലും ഈ ഓണാഘോഷം, അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിബേറ്റിന് എത്തിയ നമ്മുടെ അഖിൽ പാലോട്ട് മഠം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരള പോലീസിനെ മൊത്തത്തിൽ അങ്ങ് ഊഞ്ഞാലാടുകയാണ് ഈ കേരളത്തിലെ CPM ഗുണ്ടകൾ, CPM ക്രിമിനലുകൾ എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കണ്ടത് എന്നുള്ളത്. അത് മാത്രമല്ല, കണ്ടില്ലേ, മാച്ച് ഡ്രസ്സൊക്കെ ഇട്ടാണ് അവർ വന്നത്. ഈ ഡ്രസ്സൊക്കെ എങ്ങനെ എത്തി എന്നുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ മറുപടി നൽകണം. ഒപ്പം തന്നെ ഈ എന്താണ് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ മന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയ്ക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണ്. പക്ഷേ ഭരിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല, സംശയം തോന്നിപ്പോകുന്നു എന്നുള്ളതാണല്ലേ. അപ്പോൾ മിഥുനോട് തന്നെ ചോദിക്കാം. മിഥുൻ, എന്താണ് നമ്മുടെ ED ഉദ്യോഗസ്ഥർ എന്തായാലും വിടാൻ മട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രതികളെല്ലാം തന്നെ ജാമ്യത്തിലുള്ള പ്രതികളാണ്. അപ്പോൾ ജാമ്യാപേക്ഷ റദ്ദാക്കി ഇവരെ വീണ്ടും അകത്താക്കാൻ തന്നെയാണോ EDയുടെ നീക്കം? DGPക്ക് കത്ത് അയക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് EDയുടെ തുടർ നടപടി? ഈ സംഭവം, ഈ പോലീസ് സ്റ്റേഷന് മുമ്പിലെ ഓണാഘോഷം, ഇപ്പോൾ ബിനു അടക്കമുള്ള പ്രതികൾ നടത്തിയ ഓണാഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള, അതായത് പോലീസിൻ്റെ ഓണാഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള അവരുടെ ആ റീൽസുകളൊന്നും എല്ലാം അതൊരു സ്വാഭാവികമായി നടന്ന ഒന്നല്ല എന്നാണ് ED വിലയിരുത്തുന്നത്. പ്രധാനമായും ഇത് സാക്ഷികളായിട്ടുള്ളവരെ ഭീഷണിപ്പെടുത്താനും, അതായത് തങ്ങൾക്ക് ഈ പോലീസിൽ ഇത്രയും പിടിപാടുണ്ടെന്നും അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ ഈ കേസ് എന്നെല്ലാം ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ കരുതിക്കൂട്ടി ചെയ്ത കെട്ടിച്ചമച്ച ഒന്നായിരുന്നു ആ ഓണാഘോഷം എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ED എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ ഈ നടപടിയിൽ കടുത്ത അതൃപ്തി EDക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് പ്രകടമാക്കിക്കൊണ്ട് ഒരു കത്ത് DGPക്ക് നൽകാൻ തയ്യാറെടുക്കുകയാണ് EDയുടെ അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള അഭയ് എ ആനന്ദ്. ഇത് സംബന്ധിച്ച് കത്ത് ഉടൻ അയക്കും. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ്. ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ സ്വൈരവിഹാരത്തിന് അവസരമൊരുക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയും, ഒപ്പം തന്നെ പോലീസ് സ്വീകരിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും, അതുപോലെ തന്നെ പ്രതികളുമായി നടത്തേണ്ട ഒരു ഇടപെടലുമ്പോൾ നടത്തേണ്ട ഒരു അകൽച്ചയെല്ലാം ഉണ്ട്, പാലിക്കേണ്ട അകൽച്ചയെല്ലാം ഉണ്ട്. അതൊന്നും പാലിക്കാതെ നടത്തിയ ഈ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുക, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അതൃപ്തി അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ EDയുടെ അടുത്ത നടപടി എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി, ജാമ്യം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനാൽ നിയമപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട ജാമ്യം റദ്ദാക്കുന്നതായിട്ടുള്ള നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ആവശ്യമാണോ എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിയമോപദേശത്തിന് ശേഷം നടപടി എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുത്ത അതൃപ്തിക്ക് തന്നെയാണ് EDക്ക് ഈ വിഷയത്തിലുള്ളത്. ED എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാന സ്തംഭമായിട്ടുള്ള ഒരു ഏജൻസിയാണ്. രാജ്യത്തെ സാമ്പത്തിക രംഗത്തെയും അതുപോലെ തന്നെ അത്തരം ക്രിമിനൽ രംഗത്തെയും എല്ലാം അവിടെയെല്ലാം പിടിച്ചു കെട്ടുന്ന ഒരു ഏജൻസിയാണ്. ആ അഭിമാനമായിട്ടുള്ള ഏജൻസിയെ വെറും നോക്കുകുത്തിയാക്കുന്ന നടപടിയായി പോയി കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് EDക്കുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള ഒരു സമ്മർദ്ദം അത് ശക്തമാക്കുകയാണ് ഇപ്പോൾ ED ഈ വിഷയത്തിൽ ഈ കത്തയക്കുന്ന അടക്കമുള്ള നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്.